വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ കാലിക്കറ്റോട്ടല്ലേ മാനുക്കല്ലേ മാനുക്ക ഓക്കെ ഓഫർ ഉണ്ടോ? ഒരുപാട് ഓഫറുകൾ കൊടുക്കും. കുറെ വണ്ടികളില്ലേ? വണ്ടികൾ നമുക്ക് R15 ഇതാ, ബുള്ളറ്റ് ഇതാ, ഹിമാലയ ഇതാ, എല്ലാ വണ്ടികളുണ്ട്. നമുക്ക് ഈ പക്ഷെ എത്ര രൂപ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്? സ്റ്റാർട്ടിങ് 17,000 രൂപ സ്റ്റാർട്ടിങ്. 17,000 രൂപ വണ്ടികളുടെ നിലവിൽ സ്റ്റോക്കിലുണ്ട്. ഒരു 10,000 വരെ വണ്ടികളും ഉണ്ട്. വണ്ടി പോരാത്തത് ഞങ്ങൾ മാങ്കോ ഷോപ്പിലുണ്ട്. ഇഷ്ടമായ വണ്ടിയല്ല അവിടെ എക്സ്പ്രസ് ഉണ്ടല്ലേ? അല്ല അതിൽ നമുക്ക് എക്സ്പ്രസ് ഡൂക്കൊക്കെ ഉണ്ട്. അല്ല ലോണിന്റെ കാര്യം നമുക്ക് 0 ഡൗൺ പേയ്മെന്റ് ഇറക്കാൻ പറ്റും. വണ്ടികൾ 0 ഇറക്കാൻ പറ്റിയ വണ്ടികളുണ്ട്. സിവിൽ നോക്കി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റില്ലേ? അല്ലെങ്കിൽ ഇതൊക്കെയാണ് ഹിമാലയനെ ഹിമാലയ ഒക്കെ 20 രൂപ, 30 രൂപ, 40 രൂപ ലെവലൊക്കെ ഉണ്ട് വണ്ടി ഇറക്കല്ലേ? എന്താ നമുക്ക് ഡീറ്റെയിൽ ആയി നോക്കല്ലേ? ഓക്കെ. സ്റ്റാൻഡേർഡ് എങ്ങനെയാണ്? 2019 മോഡൽ. 2019 സ്റ്റാൻഡേർഡ് ABS വരുന്ന ടൈപ്പ് കേട്ടോ. ഡിസ്ക് ബ്രേക്ക് ABS ആണ്. ഡിസ്ക് ബ്രേക്ക് ABS വരുന്ന ടൈപ്പാണ്. സിംഗിൾ ഓണർ വണ്ടിയാണ്. സിംഗിൾ ഓണർ ആണല്ലേ? എത്ര കിലോമീറ്റർ? 28,000 കിലോമീറ്റർ. 28,000 കിലോമീറ്റർ ഓടിയ സ്റ്റാൻഡേർഡ് കേട്ടോ. വണ്ടി വണ്ടി സർവീസിൽ കൊണ്ടേ കാണിക്കാം. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് നെറ്റ് 1,10 വരും. 1,10,000 ഫൈനൽ വില. 1,10,000 രൂപ കിട്ടോ. സ്റ്റാൻഡേർഡ് അത്യാവശ്യം നല്ല വൃത്തിയുള്ള വണ്ടിയില്ലേ? ഹിമാലയ 2018. 2018 ഹിമാലയ. ഏകദേശം കിലോമീറ്റർ 38,000. 38,000 കിലോമീറ്റർ ഓടിയ വണ്ടി. സിംഗിൾ ഓണർ അല്ലേ? അല്ല, തേർഡ് ഓണർ ആണ്. തേർഡ് ഓണർ ആണ് വണ്ടി അല്ലേ? കണ്ടീഷൻ ഒക്കെ അല്ലേ? പക്ക. ടയർസ് ഒക്കെ ഉണ്ട്. പക്ക ഉണ്ട്. ടയർ പുതിയ ടയറാ? ടയർ നല്ല ടയറാ. എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 1,40,000. 1,40,000 അല്ലേ? അതുപോലെ 1,40,000 മോഡലായിരുന്നു. 2018. 2018 ഹിമാലയ കേട്ടോ. അടുത്ത് ഇത് 2021 ആക്റ്റീവ 60. 2021 ആക്റ്റീവ 60. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ 21,000 കിലോമീറ്റർ. 21,000 കിലോമീറ്റർ ഓടിയ ആക്റ്റീവ 60. എങ്ങനെയാ റേറ്റ്? ഇത് നമുക്ക് 70 രൂപ. 70,000 രൂപ. 70,000 രൂപ കൂട്ടാ. ആക്റ്റീവ നല്ല വൃത്തിയുള്ള വണ്ടി അല്ലേ? ഇത് ES സ്റ്റാൻഡേർഡ് സെൽഫുള്ള വണ്ടി. 2022 ആണ്. 2022 മോഡൽ അല്ലേ? 24,000 കിലോമീറ്റർ. 24,000 കിലോമീറ്റർ. സിംഗിൾ ഓണർ വണ്ടി അല്ലേ? നല്ല നീറ്റ് വണ്ടിയാ? നീറ്റ് വണ്ടി. പക്ക സർവീസും കാര്യങ്ങളും പോകുന്ന വണ്ടിയാണ്. എങ്ങനെയാക്കാ? ഇത് നമുക്ക് 1,38,000 വരും. 1,38. നമുക്ക് ഒരു 30 രൂപ ഇറക്കാൻ പറ്റും വണ്ടി? വേണ്ട, അത്ര വേണ്ട. 20 രൂപ നമുക്ക് വണ്ടി ഇറക്കും. 20,000 വേണമെങ്കിൽ. ആ സ്റ്റാൻഡേർഡ് വേണമെങ്കിൽ നമുക്കൊരു 15 രൂപ 12 രൂപ നമുക്ക് ഇറക്കും. 5,000 രൂപക്ക് 15,000 രൂപക്ക് സ്റ്റാൻഡേർഡ് ഇറക്കാം കേട്ടോ. ഹിമാലയൻ എങ്ങനെയാണ്? ഹിമാലയ ഒരു 2 തരം ലോൺ ഉണ്ട്. ഒന്ന് 20 രൂപ ഇറക്കാം, ഒന്നിന് ഒരു 38 രൂപ കാണും. എന്തായാലും 20-38 അതിനുള്ളിൽ ഹിമാലയൻ ഇറക്കാം. ഇത് വേണമെങ്കിൽ 10 രൂപ നമുക്ക് ഇറക്കാം. 10,000 രൂപ ഇറക്കാം അല്ലേ? തണ്ടർബേർഡ് 2019. 2019 തണ്ടർബേർഡ്. സിംഗിൾ ഓൺ ആണോ? സിംഗിൾ ഓൺ വണ്ടി. കിലോമീറ്റർ 29,000. 29,000 കിലോമീറ്റർ ഓടിക്കുന്നത്. കണ്ടീഷൻ അല്ല വണ്ടി? പക്ക. എങ്ങനെയാ റേറ്റ്? അത് നമുക്ക് 1,13. 1,13,000 അല്ലേ? 1,13,000 നമുക്ക് ലോൺ നമുക്ക് 95 വരെ ചെയ്ത് കൊടുക്കാം. 95,000 വരെ ലോൺ വരുന്ന വണ്ടിയാണ്. അത് 2015. 2015 തണ്ടർബേർഡ്. 70,000 രൂപ കൊടുക്കാം. അലൈവിൽ കയറി വണ്ടി. 70,000 രൂപ അല്ലേ? അത് നമുക്ക് 50 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 50,000 വരെ ലോൺ കയറും. 70,000 രൂപ വണ്ടി അല്ലേ? അടുത്ത് 2022 ജൂപ്പിറ്റർ. 2022 മോഡൽ ജൂപ്പിറ്റർ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കണ്ടീഷൻ അല്ലേ? പക്ക. 6,000 കിലോമീറ്റർ ചോടിട്ടുള്ളൂ. 6,000 കിലോമീറ്റർ. റേറ്റ് വരുന്നത്? അത് 75. 75,000 രൂപ അല്ലേ? അപ്പൊ 75,000 രൂപ ജൂപ്പിറ്റർ. അടുത്ത് ഇത് 2022 ആക്റ്റീവ 60. 2022 ആക്റ്റീവ 60. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ വണ്ടി. 17,000 കിലോമീറ്റർ. 17,000 കിലോമീറ്റർ സിംഗിൾ ഓണർ ആക്റ്റീവ. റേറ്റ് വരുന്നത്? അത് നമുക്ക് വരുന്നത് 75. 75,000 രൂപ അല്ലേ? നമുക്ക് മാക്സിമം 10 രൂപ ലോൺ ഇറക്കി കൊടുക്കട്ടെ. 10,000 രൂപ ഇറക്കാം. ഇത് 2021 ആക്സസ്. 2021 മോഡൽ ആക്സസ്. ഓണർഷിപ്പ് ഫസ്റ്റ് 32,000 കിലോമീറ്റർ. 32,000 കിലോമീറ്റർ വണ്ടി അല്ലേ? വണ്ടിയൊക്കെ പക്ക. വണ്ടി പക്ക. റേറ്റ് വരുന്നത്? അത് 73. 73,000 രൂപ അല്ലേ? അപ്പൊ 73,000 രൂപ ആക്സസ്. ഇതെങ്ങനെയാണ്? ജൂപ്പിറ്റർ 2021 ZX. 2021 ZX നല്ല നീറ്റ് വണ്ടി. 25,000 കിലോമീറ്റർ. ഷോറൂം കണ്ടീഷൻ നീറ്റ്. അതിന് മിറർ ഒന്നുണ്ട് അവിടെ ഞങ്ങൾ വെച്ചിട്ടുണ്ട്. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 70 രൂപ. 70,000 രൂപ കേട്ടോ. ഇതൊക്കെ 60 രൂപ ലോൺ ചെയ്ത് കൊടുക്കട്ടോ. ബുള്ളറ്റ് അത് 2015 ക്ലാസിക്. 2015 ക്ലാസിക്. ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ 31 32 അങ്ങനെ തുടങ്ങി. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 70 രൂപ. 70. ഗിയർലെസിന്റെ പ്രൈസ് തന്നെ കൊടുക്കാം. അതൊക്കെ 20 രൂപ കൊണ്ട് നമുക്ക് വണ്ടി ഇറക്കി കൊടുക്കാം. 20,000. അപ്പൊ 20,000 വേണ്ട വണ്ടി ഇറങ്ങാൻ ആകെ 70,000 വണ്ടി റേറ്റ് വരുന്നുള്ളൂ. ഇത് 2019 എൻഡോർക്കാണ്.
2019 മോഡൽ എൻഡോർക്ക് അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കണ്ടീഷൻ അല്ല വണ്ടിയില്ലേ? 50,000 രൂപ 50,000 ലോണ് വേണ്ട ആൾക്കാർക്ക് 50,000 ലോണും ഫുൾ ലോണില്. ഫുൾ ലോൺ. ഒരു ഉറുപ്പില്ലാണ്ട് വണ്ടി കൊണ്ട് കൊണ്ടുപോവാം. അതെ പകല്ലേ? പക്ക. ആക്സസ് ഇത് 2017 ആക്സസ് നമ്പർ പ്ലേറ്റ് വെക്കാനുള്ള. വെക്കാനുള്ള അപ്പൊ ഒന്നിട്ടുള്ളൂ വണ്ടി. ഇത് ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ ആണ്. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. 38,000 ഓടിയിട്ടുണ്ട്. 38,000 കണ്ടീഷൻ വണ്ടിയല്ലേ? പക്ക. റേറ്റ് എങ്ങനെയാണ്? ഇത് 43. 43,000 അല്ലേ? നമുക്ക് എങ്ങനെ ഇറക്കാം? ലോണ് 5 ഉറുപ്പിക ഇറക്കാം വണ്ടി. 5,000 രൂപ ഉണ്ട്. അപ്പൊ 5,000 രൂപയ്ക്ക് ആക്സസ് ഇറക്കാം. മാസ്ട്രോ അടിച്ച് 2019 മാസ്ട്രോ അടിച്ച്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ. ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കിലോമീറ്റർ 38,000 കിലോമീറ്റർ ഓടിക്കുന്നത്. നീറ്റ് വണ്ടിയാ. വണ്ടി കുഴപ്പമൊന്നും കാര്യമൊന്നുമില്ല. അതും നമുക്ക് ഫുള്ള് ലോൺ ചെയ്തു. എങ്ങനെയാ റേറ്റ് വരുന്നത്? അത് 40 ഉറുപ്പിക ഫുൾ ലോൺ ചെയ്തു. 40,000 രൂപ വണ്ടി ഫുൾ ലോൺ ഇറക്കാം. സിവില് കറക്റ്റാവണമെന്നുള്ളു. സിവില് എത്ര? 750 എത്ര വേണ്ടി? 750 ഇറക്കാം അല്ലേ? അടുത്ത് ഇത് 2013 മാസ്ട്രോ. 2013 മാസ്ട്രോ. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. നീറ്റ് വണ്ടി അല്ലേ? കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ചെറിയ ഡിസ്പ്ലേ കലങ്ങിയിട്ടുണ്ട്. അപ്പൊ ഓടി ഉണ്ടാവും വണ്ടി. 17,000 ഉറുപ്പിക നമുക്ക് കൊടുക്കാം. എത്ര? 17,000. 17,000 രൂപക്ക്. 17,000 രൂപക്ക് മാസ്ട്രോ. 2000 മോഡല്. 2013 വണ്ടിയാണ്. ടയറൊക്കെ ഉണ്ട് അല്ലേ? 17,000 വണ്ടി എന്തായാലും. അടുത്ത് ഇത് 2020-21 ഡെലിവറിയാണ്. ജുപ്പിറ്റർ 2021 ഡെലിവറി. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കണ്ടീഷൻ അല്ലേ? 19,000 കിലോമീറ്റർ. 19,000 കിലോമീറ്റർ അല്ലേ? എന്താണ് അവസ്ഥ വണ്ടിന്റെ? പക്ക. മിറർ വെക്കാണ്ട് മിറർ ഒപ്പം വെച്ചുതരും. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് 63,000 രൂപ അല്ലേ? 55 ഉറുപ്പിക ലോൺ ചെയ്തു. 8 ഉറുപ്പിക വണ്ടി ഇറക്കാം. 8,000 വേണമെങ്കിൽ വണ്ടി ഇറക്കാം അല്ലേ? റാസറ്റാർ 2019 സിംഗിൾ ഓണർ. 2019 സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ ഏകദേശം 26,000 കിലോമീറ്റർ വണ്ടി. എങ്ങനെയാണ് അത്? നമുക്ക് വരുന്ന പ്രൈസ് 40 ഉറുപ്പിക ഫുൾ ലോണും കൊടുക്കാം. 40,000 രൂപ ഫുൾ ലോണിൽ വണ്ടി. അടുത്തതോ? ഇത് 2018 ആണ്. 2018 റെസിറ്റാർ അല്ലേ? കിലോമീറ്റർ എത്ര ഓടിക്കുന്നത്? ഇത് 34,000 കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. റേറ്റ് എങ്ങനെയായിരുന്നു? 35,000 ഫുൾ ലോൺ. 35,000 രൂപക്ക് വണ്ടി ഫുൾ ലോണില്. യൂണിക്കോൺ. യൂണിക്കോൺ 2011-12 ഡെലിവറി. 11-12 ഡെലിവറി. ഓണർഷിപ്പ് എങ്ങനെയാണ്? സെക്കൻഡ് ഓണർ ആണ്. റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇത് നമുക്ക് 20,500 കൊടുക്കാം. 20,000 രൂപക്ക്. 500. 20,000 രൂപക്ക് യൂണിക്കോൺ കേട്ടോ. വണ്ടി കണ്ടോളിയാ? നല്ല വണ്ടി അല്ലേ? നമുക്ക് അത്യാവശ്യം നല്ല വണ്ടിയാ. അടുത്ത് ഇത് 2020 സ്റ്റാൻഡേർഡ്. 2020 സ്റ്റാൻഡേർഡ് അല്ലേ? BS4 ആണ്. 20 വരുന്നതാണ്. BS4 വണ്ടിയാണ്. എങ്ങനെയാ റേറ്റ്? സിംഗിൾ ഓണർ വണ്ടി. ഇത് നമുക്ക് 1,20,000 വരും. കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ 22,000 ഓടിക്കുന്നത്. റേറ്റ് വരുന്നത് 1,20 വരും. ഒരു 1,5 വരെ നമുക്ക് ലോൺ ചെയ്ത് കൊടുക്കാം. 1,05,000 വരെ ലോൺ. 15 ഉറുപ്പിക വണ്ടി ഇറക്കാം. 5,000 വണ്ടി ഇറക്കാം അല്ലേ? ഇത് 2022 ഗ്ലാമർ. ഫ്രണ്ട് കുറച്ച് സ്ക്രാച്ച് ഉണ്ട് അല്ലേ? ആ സ്ക്രാച്ച് നമുക്ക് റെഡി ആക്കി കൊടുക്കാം. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ. റേറ്റ് വരുന്നത്? റേറ്റ് നമുക്ക് 65 അല്ലേ? ഞാൻ പുറത്ത് പോയാലോ? പുറത്ത് പോയാലോ വണ്ടിയുണ്ട്. ഈ ആക്സസ് എങ്ങനെയാണ്? അത് 2018 മോഡലാണ്. 2018 ആക്സസ്. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ. എത്ര കിലോമീറ്റർ ഓടിക്കും? 27,000 കിലോമീറ്റർ ഓടിക്കുന്നത്. നമ്മുടെ റേറ്റ് എങ്ങനെയാ? ഇത് നമുക്ക് 47,000 കൊടുക്കാം. 47,000 രൂപ അല്ലേ? അടുത്ത് അത് 2019 ജുപ്പിറ്റർ ഏവിയേറ്റർ. 2019 മോഡല്. ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? 50,000 രൂപ. 50,000 അല്ലേ? 50,000 ലോൺ എങ്ങനെയാണ്? ലോൺ 15 ഉറുപ്പിയാണ്. ഈ ഏവിയേറ്റർ ലോൺ എമൗണ്ട് കുറയും അല്ലേ? 35 ഉറുപ്പിക കിട്ടുള്ളൂ. ആണല്ലേ? ഇത് R15 V3 S കേട്ടോ. R15 V3 S 2022 ലാസ്റ്റ് വണ്ടിയാണ്. 22 സിംഗിൾ ഓണർ ആണോ? സിംഗിൾ ഓണർ. 18,000 കിലോമീറ്റർ. 18,000 കിലോമീറ്റർ V3 അല്ലേ? സിംഗിൾ ഓണർ വണ്ടിയാണ്. നല്ല നീറ്റ് വണ്ടിയാണ്. എങ്ങനെയാണ് റേറ്റ് വരുന്നത്? നമുക്ക് 1,53,000 കൊടുക്കാം. 1,53,000 രൂപ കൂടാ. R15 ഗ്ലാമർ 2019 ഗ്ലാമർ. സിംഗിൾ ഓണർ വണ്ടിയാണ്. സ്ക്രാച്ച് നമുക്ക് റെഡി ആക്കി കൊടുക്കാം. കിലോമീറ്റർ 28,000. റേറ്റ് എങ്ങനെ വരുന്നത്? ഇത് നമുക്ക് 47,000 കൊടുക്കാം. 47,000 കിട്ടും. ഗ്ലാമർ. സ്പ്ലെൻഡർ എങ്ങനെയാണ്? സ്പ്ലെൻഡർ 2022 ആണ്. 2022 മോഡൽ സ്പ്ലെൻഡർ. ഓണർഷിപ്പ് ഫസ്റ്റ് ഓണർ വണ്ടിയാണ്. കണ്ടീഷനൊക്കെ പക്ക. 12,000 കിലോമീറ്റർ. 12,000 ആകെ ഓടില്ലല്ലേ? എങ്ങനെ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 64,000 കൊടുക്കാം. 64,000 കൂടെ. 55 ഉറുപ്പിക ഫൈനാൻസും കൊടുക്കാം. ചെയ്യാൻ പറ്റില്ല. 9,000 വണ്ടി ഇറക്കാം. അടുത്ത്
ഇത് സൂപ്പർ സ്പ്ലെൻഡർ 2019 2019 മോഡൽ അല്ലേ? പക്ക സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഏകദേശം കിലോമീറ്റർ 13,000. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് 47 വരും. 43 റുപ്യ ഫൈനാൻസ് ചെയ്ത് കൊടുക്കാം. 43,000 ഫൈനാൻസ്. 4,000 റുപ്യ വണ്ടി ഇറക്കി പോവാം. 4,000 രൂപ അല്ലേ? അടുത്ത ആക്സസ് 2017-18 ഡെലിവറിയാണ്. 17 പാട്ട് ഡെലിവറി. അത് നമുക്ക് വരുന്ന പ്രൈസ് 45 ഡിസ്ക് ബ്രേക്ക് അലവിൽ വരുന്നതാണ്. കിലോമീറ്റർ എത്ര ഓടിയുണ്ട്? അത് 39,000 ഓടിയിട്ടുണ്ട്. 39,000 ഓടിക്കല്ലേ? ഇത് നമുക്ക് പിന്നെ 45 റുപ്യ പ്രൈസ്, 43 ഫൈനാൻസ് ചെയ്തു. 43,000 ആണ്. 2 റുപ്യ ഇറക്കാൻ വണ്ടി. എൻടോർക്ക് എങ്ങനെയാണ്? എൻടോർക്ക് 2023 ആണ്. 2023 എൻടോർക്ക് അല്ലേ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ. കിലോമീറ്റർ അത് 10ന്റെ അടുത്ത് ഓടിയിട്ടുള്ളൂ. 10,000 വണ്ടി ഓടുള്ളൂ. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 88. 88 അല്ലേ? 88,000 രൂപ എൻടോർക്ക്. ഈ ആക്സസോ ഇതൊക്കെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കട്ടോ. ചെയ്യാൻ പറ്റില്ലേ? ഷൈൻ, ഹോണ്ട ഷൈൻ. ഷൈൻ എങ്ങനെയാണ്? അത് 2016 മോഡല്. 2016 ഹോണ്ട ഷൈൻ. സിംഗിൾ ഓണർ വണ്ടി. കിലോമീറ്റർ ഉണ്ട്? കിലോമീറ്റർ 36,000. 36,000 രൂപ വണ്ടി അല്ലേ? എങ്ങനെയൊക്കെ റേറ്റ് വരുന്നത്? നെറ്റ് 30 റുപ്യ. 30,000 രൂപ. 30,000 രൂപ 16 കേട്ടോ. ഡിസ്ക് ബ്രേക്ക് വരുന്ന വണ്ടിയാ. ഈ ആക്സസ് ഇത് 2015. 2015 ആക്സസ്. ആക്സസ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാ. സെക്കൻഡ് ഓണർ വണ്ടിയാണ്. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 24,000. 24,000 രൂപയ്ക്ക് ആക്സസ് കേട്ടോ. 28,000 കിലോമീറ്റർ. 25,000 കിലോമീറ്റർ. 28,000 കിലോമീറ്റർ. ജെനുവിനാണോ? ജെനുവിനാ. അത് ഒരു നേവി ഉദ്യോഗസ്ഥന്റെ വണ്ടിയാണ്. ആണല്ലേ? സിംഗിൾ ഓണർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. അടുത്ത് ഇത് 2021 ഡിയോ ന്യൂ മോഡൽ. 2021 ഡിയോ അല്ലേ? 21. കിലോമീറ്റർ 29,000. 29,000 കിലോമീറ്റർ വണ്ടി. കണ്ടീഷനിലെ വണ്ടി പക്ക. എങ്ങനെയാ റേറ്റ്? ഇത് നമുക്ക് വരുന്ന പ്രൈസ് 69. 69,000 രൂപയ്ക്ക് അല്ലേ? ഇത് അപ്രില 2023. 2023 അപ്രിൽ അല്ലേ? 9,000 കിലോമീറ്റർ. ആകെ 9,000 കിലോമീറ്റർ വണ്ടി. സിംഗിൾ ഓണർ വണ്ടി. ടാറൊക്കെ കണ്ടില്ലേ? എല്ലാം ഉണ്ട്. എല്ലാ ഭാഗമൊക്കെ ഷോറൂം കണ്ടീഷൻ വണ്ടി. എങ്ങനെയാ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 85. 85,000 രൂപ. 80,000 രൂപ ലോൺ ചെയ്ത് കൊടുക്കാം. 80,000 രൂപ. 5,000 രൂപ വണ്ടി ഇറക്കി പോകാം. 5,000 രൂപയ്ക്ക് വണ്ടി ഇറക്കി പോട്ടോ. അപ്രില ഗ്ലാമർ 2020-21 ഡെലിവറി. 2021 ഡെലിവറി അല്ലേ? ഓണർഷിപ്പ് എങ്ങനെയാണ്? ഫസ്റ്റ് ഓണർ. കിലോമീറ്റർ 27,000. 27,000 കിലോമീറ്റർ ഓടിക്കുന്നത്. കണ്ടീഷൻ അല്ലേ? റേറ്റ് എങ്ങനെയാ വരുന്നത്? ഇത് 53. 53 അല്ലേ? ഓക്കെ. സബ്സ്ക്രൈബേഴ്സ് വരാണെങ്കിൽ നിങ്ങളൊക്കെ മാക്സിമം ചെയ്ത് കൊടുക്കണം. നമ്മളെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വരുന്നത് ഇത് കോഴിക്കോട് നിന്ന് വരുമ്പോൾ പുഷ്പ ജംഗ്ഷൻ കഴിഞ്ഞ് അടുത്ത ബസ് സ്റ്റോപ്പ് പട്ടാമ്പയിൽ കല്ലായിപ്പാലം കയറുന്നതിന് തൊട്ട് മുന്നേ. നമ്മൾ ലോൺ ഏതൊക്കെ ചെയ്യുന്നത്? മെയിനായിട്ട് ലോണ് ബൈക്ക് ബസാർ, സുപ്ര, HDFC, പിന്നെ ധനലക്ഷ്മി. 15% പലിശ വരാം. 15.5. പിന്നെ ബൈക്ക് ബസാർ 13.5. പിന്നെ നമുക്ക് സിവിൽ ഇല്ലാത്തവർക്ക് നമുക്ക് സൂര്യ ഫൈനാൻസ് ഉണ്ട്, ചെയ്ത് കൊടുക്കാം. അപ്പം തന്നെ ഞാൻ നമ്പർ കൊടുക്കാം, ലൊക്കേഷൻ ഒക്കെ കൊടുക്കാം. സബ്സ്ക്രൈബേഴ്സ് വരാണെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കൊടുക്കണം. അപ്പൊ ഞാൻ ലൊക്കേഷൻ ഒക്കെ കാണിച്ചിടാം. നമ്മുടെ കല്ലായി പാലത്തിന്റെ കയറുന്ന തൊട്ട് മുന്നോട്ടോ നമ്മുടെ പാലം കണ്ടില്ലേ? കോഴിക്കോട് നിന്ന് വരുന്ന, കോഴിക്കോട് ബൈപ്പൂര പോകുന്ന റോഡാണ്. കല്ലായി പാലം കയറുന്ന തൊട്ട് മുന്നേതായി വളവ് തന്നെയാണ് ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കേട്ടോ. കാലിക്കറ്റ് ഓട്ടോ. അപ്പോൾ എന്തായാലും വന്ന് കയറി നോക്കുക. കുറേ നല്ല വണ്ടികളുണ്ട്. ചെക്ക് ചെയ്ത് ഇഷ്ടപ്പെട്ട് എടുക്കുക. ബാക്കിയൊക്കെ നമുക്ക് ചെയ്ത് തരും കേട്ടോ. ഇഷ്ടപ്പെട്ട ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റന്നാളിലൂടെ നമുക്ക് അടുത്ത കാണാം.